ജൂൺ 26 UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ച ഏറ്റവും സുപ്രധാനമായൊരു ദിവസമാണ്. ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആൻറ്റി ഡ്രഗ്സ് ഇൻ്റർനാഷണൽ ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ്. നമ്മളിന്ന് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് വളരെ വിപുലമായ പരിപാടികളോടെ വിദ്യാഭ്യാസ, എക്സൈസ്, ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെ ഓപ്പറേഷൻ തുഫാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിലെമ്പാടും ഈ മരണത്തിൻ്റെ വ്യാപാരികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ഇത് ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവർക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള വൻ പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ഓപ്പറേഷൻ തുഫാൻ 3 സ്റ്റേജാണ്. ഒന്ന് ഓപ്പറേഷൻ സ്ട്രൈക്ക്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് അവർ ഈ നിയമവിരുദ്ധമായി മയക്കുമരുന്നുകൾ പ്രചരിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന, ഉപയോഗിക്കുന്ന അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു. അതാണ് തുഫാൻ സ്ട്രൈക്ക്. 2 തുഫാൻ വാരിയേഴ്സ്. നമ്മളെല്ലാം തുഫാൻ വാരിയേഴ്സാണ്. ഇത് കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും തുഫാൻ വാരിയേഴ്സാണ്. നമ്മൾ ഇതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇനി മുതൽ തുഫാൻ വാരിയേഴ്സാണ്. ആദ്യത്തെ തുഫാൻ വാരിയർ പ്രശസ്ത സിനിമാ നടൻ ശ്രീ മോഹൻലാലാണ്. അത് കഴിഞ്ഞ് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഈ തുഫാൻ വാരിയേഴ്സായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള തകർച്ചയിൽ നിന്ന് യുവത്വത്തെ രക്ഷിക്കാനുള്ള മുന്നേറ്റത്തിലാണ് നമ്മളെല്ലാവരും. 3ാമത്തേതാണ് തുഫാൻ കെയർ. ഈ മയക്കുമരുന്നിന് അടിമകളായി മാറുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് റീഹാബിലിറ്റേഷൻ. അതിനുവേണ്ടി വിവിധ ഏജൻസികളും ആശുപത്രികളും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയുള്ള ഒരു വൻ പരിപാടി. കേരളത്തിലെ യുവത്വത്തെ രക്ഷിക്കാനുള്ള നമ്മുടെ ദൗത്യമാണിത്. നമ്മുടെ സംസ്ഥാനം ഒരു കൊളംബിയായി മാറാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്ത് നല്ല ഭാവി കെട്ടിപ്പടുക്കേണ്ട വിദ്യാർത്ഥികളും യുവാക്കളെയും തേടിപ്പിടിച്ച് ഇതിൻ്റെ അടിമകളാക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ശ്രമം നടക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അവർ ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ്. നിങ്ങളുടെ ജീവിതം ഇതോടുകൂടി തകരുന്നു, നിങ്ങളുടെ ഭാവന നശിക്കുന്നു, ചിന്താശക്തി ഇല്ലാതാകുന്നു, നിങ്ങൾ രോഗികളായി മാറുന്ന, അവസാനം മരണത്തിലേക്ക് എത്തുന്ന ഭയാനകമായ അവസ്ഥയാണ് ഇന്ന് മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഈ ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് ഈ ദിവസത്തിൽ നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ സഹപ്രവർത്തകരായ വിദ്യാർത്ഥികളെ കൂടി ഇതിൽ പങ്കാളികളാക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്കൂളിലേക്ക് വിടുന്നത്, കോളേജിലേക്ക് വിടുന്നത് നല്ല ഭാവി ഉണ്ടാകാനാണ്. ഈ നാടിനു വേണ്ടി നല്ല ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ പാടില്ല. നമ്മൾ കാണേണ്ടത് എന്താണ്? ജീവിതമാണ് ലഹരി. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ചിന്തയോടെ മുന്നോട്ട് പോകണം. ജീവിതം പുകച്ചു കളയാനുള്ളതല്ല. നിങ്ങൾ സ്പോർട്സിൽ താല്പര്യമുള്ളവരുണ്ട്, കലയിൽ താല്പര്യമുള്ളവരുണ്ട്, പഠിത്തത്തിൽ താല്പര്യമുള്ളവരുണ്ട്. അതാണ് ലഹരി എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ഈ മരണത്തിൻ്റെ വ്യാപാരികളെ ഒറ്റപ്പെടുത്തണം. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട്, അതിനു വേണ്ടിയിട്ടുള്ളൊരു വലിയ പോരാട്ടമാണ്. ഇതിൽ എല്ലാവരും പങ്കുചേരണം. കേരളീയ യുവത്വത്തെ, കേരളത്തിലെ വിദ്യാർത്ഥികളെ ഈ മരണത്തിൻ്റെ വ്യാപാരികളിൽ നിന്ന് രക്ഷിക്കാനുള്ള വലിയ വിപുലമായ സന്നാഹമാണ് കേരളത്തിലെ പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഈ പദ്ധതിയിൽ പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് നൽകുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ് ഈ പരിപാടി സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്തത്. ആ പരിപാടിയിൽ എക്സൈസ് മന്ത്രി ലിജു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി CP ജോൺ എല്ലാവരും പങ്കാളികളാണ്. നിങ്ങളുടെ വീടുകളുടെ പരിസര പ്രദേശത്തോ ഇത്തരം ആളുകളെ കണ്ടെത്തിയാൽ
അത് പോലീസിൽ അറിയിക്കാൻ മറക്കരുത്. അതിനുവേണ്ടി പ്രത്യേകം ടോൾ നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇത് പോലീസ് സ്റ്റേഷനിൽ ഈ നമ്പറിലേക്ക് അറിയിക്കാൻ പറ്റും. നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തത്തില്ല, നിങ്ങൾ ആരാണ് വിളിച്ചതെന്ന് പറയില്ല, അതെല്ലാം രഹസ്യമായിരിക്കും. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിവരം എനിക്ക് കാസർഗോഡ് നിന്ന് ലഭിച്ചു. കർണാടകത്തിൽ നിന്ന് മിഠായിയുടെ രൂപത്തിൽ, ചോക്ലേറ്റിൻ്റെ രൂപത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് വിൽക്കുന്നു. സ്കൂൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അത് ഇന്ന് പോലീസ് തേടി എത്തിയപ്പോൾ ഒരു വലിയ ഫാക്ടറി തന്നെ ഇതിനു വേണ്ടി, ഞാൻ സ്ഥലം പറയുന്നില്ല, കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്നു. മിഠായിയുടെ രൂപത്തിലാണ് വർണ്ണക്കടലാസുള്ള അതിൽ പൊതിഞ്ഞ ഈ മിഠായിയുടെ രൂപത്തിലാണ് വരുന്നത്. ഇതൊക്കെ വലിയ അപകടകരമായ ഒന്നാണ്. ഇത് കഴിച്ചാൽ കുട്ടികൾ ഉറക്കം വരില്ലെന്നാണ് പറയുന്നത്. വലിയ തോതിൽ മനസ്സിനെയും ബുദ്ധിയെയും മരവിപ്പിക്കുകയാണ്. ഇത് വലിയ അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് കരയിലും കടലിലും ആകാശത്തും ട്രെയിനിലും എല്ലായിടത്തും ഇപ്പോൾ സെർച്ച് ചെയ്ത് പരിപൂർണമായും കേരളത്തെ ഈ മയക്കുമരുന്നിൽ നിന്ന്, ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങളാണ് നാടിൻ്റെ ഭാവി. ആ ഭാവി കരുപ്പിടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ, പോലീസ് മാത്രം വിചാരിച്ചാൽ, നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ മഹാവിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.